പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും തലമുറയിൽ നിന്നും മരണം മൂലം വേർപെട്ടു പോയ എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരിൽ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും എളിയവരായി ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കർത്താവെ, സ്വർഗീയ പ്രകാശത്തിലേക്ക് അവരെ അങ്ങ് സ്വീകരിക്കണമേ. പ്രിയമുള്ളവരെ, ഈ നവംബർ മാസത്തിന്റെ 20-ാം തീയതി നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ ചില മേഖലകൾ, പ്രത്യേകിച്ചും ദൈവിക പുണ്യങ്ങളുടെ മേഖലകൾ. നമുക്കറിയാം, ദൈവിക പുണ്യങ്ങൾ 3 വിശ്വാസം, ശരണം, ഉപവി. അപ്പോൾ നമ്മൾ ഈ മേഖലകളിൽ ഈ ആത്മാക്കൾക്ക്, പ്രത്യേകിച്ചും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വന്ന പോരായ്മകളെ നമുക്ക് തിരുസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ മേഖലയിൽ പലപ്പോഴും അന്ധവിശ്വാസം, അതല്ലെങ്കിൽ ദൈവത്തെ ധിഖരിച്ച് തമ്പുരാനെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഏതാനും മേഖലകളുണ്ട്. വിഗ്രഹാരാധന, അതുപോലെ തന്നെ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു മേഖലയാണ് നിസ്സംഗത. ഒരു വിശ്വാസമില്ല, ഒന്നുമില്ലാത്തൊരു അവസ്ഥയുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു നന്ദിഹീനത, ദൈവത്തോടുള്ള നന്ദിഹീനത, ഇതൊക്കെ ഈ 3 ദൈവിക പുണ്യങ്ങൾക്ക് എതിരായിട്ടുള്ള പാപമാണ്. നമ്മുടെ കുടുംബത്തിലും തലമുറയിലും ഒക്കെ ഇപ്രകാരം വിശ്വാസമില്ലാതെ ജീവിച്ചത്, വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവമില്ല, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി തോന്നിയ പോലെ ജീവിച്ച് കടന്നു പോയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകാം. നമ്മൾ ഈ സമയം നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കേണ്ട, ദൈവത്തിന്മേൽ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ് ഈ മരിച്ച വിശ്വാസികളെ ഓർക്കുന്ന ദിവസങ്ങൾ. കർത്താവേ, എളിയവനായ എൻ്റെ വിശ്വാസം പരിഗണിച്ച് എൻ്റെ കുടുംബത്തിലും തലമുറയിലും വിശ്വാസമില്ലാതെ ജീവിച്ചു പോയിട്ടുള്ളവർ, അവരൊന്ന് ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ കർത്താവെ, അവരുടെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ദൈവത്തിൽ ആശ്രയമില്ലാതെ ഇങ്ങനെ ജീവിക്കുകയാണ്, നിസ്സംഗതയോടുകൂടെ. എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മൾ കർത്താവിൽ ആശ്രയം വെക്കണം. അവിടെ നിന്നാണ് എൻ്റെ രക്ഷ, അവിടെ നിന്നാണ് എനിക്ക് ജീവൻ നൽകുന്ന ദൈവം, അവിടെ നിന്നാണ് എനിക്ക് വിജയം നൽകുന്ന കർത്താവ്. ആ കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ മറ്റെല്ലാ വഴികളും അടയുമ്പോൾ കർത്താവ് എനിക്കൊരു വഴി തുറന്നു തരും. ഞാൻ നല്ല ഇടയനാണ്. ദൈവം നമ്മളോട് പറയുന്നത് 23-ാം സങ്കീർത്തനത്തിൽ നല്ല ഇടയനാണ്. ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കും, നമുക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കും, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നന്ദിയുള്ളവരായിരിക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ ഈ ലോകത്തിൽ ജനിക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ ദൈവം നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ ആയിരിക്കുന്ന കാലത്ത് ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും, നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനും വേണ്ടി, നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറണം. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ കരങ്ങൾ ഉയർത്തുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, ആദരങ്ങൾ തുറക്കുന്നത് നല്ല അനുഗ്രഹത്തിന്റെ വചസ്സുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അനുഗ്രഹത്തിന്റെ ജീവിതം, സ്നേഹത്തിന്റെ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസം ഈ 3 ദൈവിക പുണ്യങ്ങളുടെ മേഖലയിൽ മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരുടെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ. വിശ്വാസമില്ലാതെ ജീവിച്ചു പോയതിൽ, ജീവിത വഴികളിലൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാതെ, കർത്താവെ, സ്നേഹമില്ലാതെ നിസ്സംഗതയോടുകൂടെ ദൈവത്തിനെതിരായിട്ട് നന്ദിയില്ലാത്തവരായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരതുവഴി ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ കർത്താവ്, എളിയവരായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ ആത്മാക്കൾക്ക് അങ്ങ് വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടി, ലോകം മുഴുവനുമുള്ള തിരുസഭയിലുള്ള ഞങ്ങളുടെ തലമുറയിലും കുടുംബത്തിലുമുള്ള എല്ലാ പാപികളുടെയും മോചനത്തിനു വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ.